ഞാനിത് എങ്ങോട്ടാണെന്നല്ലേ? അപ്പം ഞങ്ങളൊന്ന് കൊല്ലം വരെ പോവാണ്. നമ്മുടെ കൈലാസിന്റെ ബർത്ത്ഡേ ആണ്. മെയ് 10ന്റെ ബർത്ത്ഡേ വിശേഷമാണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. അത് കഴിഞ്ഞ് വൈകുന്നേരം വയലിൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി പോകണം. അപ്പോൾ റോഡ് പണി ഏകദേശം സെറ്റായിട്ട് തീർന്നിട്ടുണ്ട്. തീർന്നല്ല, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ആ ടോളൊക്കെ പിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. പിരിവൊന്നും തുടങ്ങിയിട്ടില്ല. നല്ല നല്ല റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറെന്നും കൊണ്ട് അങ്ങ് എത്തുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന പോക്കാണ് കേട്ടോ അത്. അപ്പം ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോഴാണ് ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടല്ലോ ഇൻട്രോ പറഞ്ഞേക്കുന്നുള്ള ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തിനാ പറയണത്, വായും തുറന്ന് കേട്ടോണ്ടിരിക്കണം അവൻ. എന്തോ തള്ളി മറിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് വായും പൊളിച്ചിരിക്കുകയാണ് അവൻ. ഞാൻ പിന്നെ മെയിൻ ചെയ്തില്ല. എങ്ങനെയാ ഇതാ നമ്മൾ ഒരു സൈഡിൽ കൂടെയുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് പോവാണ്. ഒരു സൈഡിൽ കൂടെയും മറ്റേ സൈഡിൽ കൂടെയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. കൊട്ടിയൊക്കെ എത്തുന്ന സമയത്ത് ഇത് കണക്കാക്കിയിട്ടേക്കാണ്. ഇവിടെ നിന്നൊക്കെ ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ട്. കൊട്ടി സൈഡൊക്കെ വരുമ്പോൾ നല്ല ബ്ലോക്ക്. പിന്നെ കൈലാസനം കുറച്ച് സ്നാക്സ് സാധനങ്ങൾ വാങ്ങിയാൻ കയറിയപ്പോഴത്തേക്ക് ഇതൊരു ഐറ്റം നമ്മൾ ഇന്നാൾ വാങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ തന്നെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിച്ച് കഴിച്ചു തുടങ്ങി. അപ്പോൾ ധ്യാനൂസ് ബാക്കി ഇരിപ്പോണ്ട് ഓരോരുത്തർക്കും ഞാൻ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനും കൊടുക്കുന്നുണ്ട്, എനിക്കും എടുക്കുന്നുണ്ട്, നിഷാനും കൊടുക്കുന്നുണ്ട്. മൂന്ന് പേരെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ചേച്ചിയുടെ വീട് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് എത്തിയത്. വൈകുന്നേരം എത്തുള്ളൂ പറഞ്ഞായിരുന്നു. കാരണം രാവിലെ കുറച്ച് പരിപാടികളൊക്കെ വേറെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേറെ ആൾക്കാരൊന്നുമില്ല. അവിടെ അടുത്തുള്ള രണ്ട് വീട്ടുകാർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെന്നപ്പോൾ അളിയൻ്റെ വണ്ടി വെളിയിൽ കിടപ്പുണ്ട്. അവരോടെ പോയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ പിന്നെ ചേച്ചി വിളിച്ചെന്ന് ചായ കുടിക്കാൻ ഇവിടുത്തെ കണക്കിന് എൻ്റെ അവിടെ ഒരു കപ്പുണ്ട് കേട്ടോ. ആ കപ്പിൽ ചായ ഒരു പ്രത്യേകതയാണ്. പിന്നെ ആ ധ്യാനൂസ് കൈലാസിന് ഭയങ്കര ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അവന്മാർ അലപ്പ് കാരണം എന്തൊക്കെയോ പറയാനുണ്ട്. അതുകൊണ്ട് ഇനി എന്തായാലും വോയിസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഞാൻ തന്നെ വോയിസ് ഇടാന്ന് വിചാരിച്ചു. ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ പേടിച്ചിട്ട് എന്താ ഐറ്റം നോക്കിയാണ്. അപ്പോൾ എന്തായാലും കൈലാസ് പൊട്ടിച്ച് നോക്കിയപ്പോൾ കൈലാസ് ഇഷ്ടപ്പെട്ടിട്ട് ഷൂ ആയിരുന്നു. ഞങ്ങൾ എന്ത് വാങ്ങിക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വെച്ചാൽ അന്ന് ഷൂ അല്ലേ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രൈസ് ഐറ്റമാണ് കണ്ണാടി ഷൂ ഒക്കെ. അങ്ങനെ ഷൂ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. ലൈറ്റ് കത്തുന്ന ഷൂ ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ആ കല്ലമ്പലം രാജകുമാരിന്ന് അപ്പോൾ പ്ലാൻ ചെയ്തങ്ങ് വാങ്ങിച്ചതാണ്. അപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അവന്. അത് ഷൂ വാങ്ങിക്കാനായിട്ട് കുറേ തുള്ളി ചേച്ചി പറഞ്ഞ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ലൈറ്റ് കത്തുക എന്നുള്ള കണ്ടപ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചില്ല, ലൈറ്റ് കത്തുന്നതായിട്ട് കണ്ടില്ലായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ലൈറ്റ് കത്തുകൊണ്ട് അങ്ങനെ രണ്ടാമത്തെ ഗിഫ്റ്റ് അവന് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ട സംഭവമാണ്. ആമ്പിളൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെയുള്ള ഐറ്റമാണ് ഈ വണ്ടി ക്രേസ് കണ്ടല്ലോ. അവൻ ധ്യാനൂസ് ഇങ്ങനെ നോക്കിയിരിക്കണം. അവനായിട്ട് വേണമെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറയും. ഇതൊക്കെ ആരെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് കിട്ടിയപ്പോൾ പറഞ്ഞു, അമ്മ എനിക്കൊന്ന് വാങ്ങിയില്ലെന്ന് പറഞ്ഞിട്ട്. കാരണം എത്ര വണ്ടി ഉണ്ടെങ്കിലും അവന് മുഴുക്കത്തില്ല. അവൻ രണ്ടും തന്നെ വണ്ടി പ്രാന്തന്മാരാണ്. അത് പൊതുവേ അങ്ങനെയാന്ന് തോന്നുന്നില്ല. ആമ്പിള്ളേർ വണ്ടി പ്രാന്തന്മാരാന്ന് തോന്നുന്നു. പെൺപിള്ളേരാണെങ്കിൽ മറ്റേ നമ്മുടെ എന്താ ടോയ്സ്, ബൊമ്മകൾ അങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെ ക്രൈസ്. പക്ഷേ ഇവന്മാർക്ക് എത്ര കിട്ടിയാലും മുഴുക്കത്തില്ല വണ്ടി. ഇത് അതുകൊണ്ട് വലിയ റേറ്റുകളൊന്നുമല്ല. ഇച്ചിരി ലോക്കലൊക്കെയാണ് വാങ്ങിച്ചത്. കാരണം ഇവന്മാർക്ക് ഒരു ദിവസത്തേക്കുള്ള കളിക്കല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് പൊട്ടിപ്പറ ഇതാക്കി ഒരു സൈഡിലിടും. ഇവിടെ എനിക്ക് അനുഭവമുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വില കൂടിയ ടോയ്സ് ഒന്നും വാങ്ങിക്കത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എടുത്തിട്ട് കളയാനല്ലേ. അങ്ങനെ ഇതെല്ലാം പറക്കി നിരത്തി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം അവൻ ഹാപ്പിയായി. അവൻ ഈ ഗിഫ്റ്റ് രണ്ടും ഇഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞിട്ട് ഷൂ ഇട്ട് കുറേ നേരം അവൻ്റെ പ്രഹസനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. ലൈറ്റ് കത്താൻ വേണ്ടിയാണെങ്കിൽ ഇറുക്കി ചവിട്ടിക്കൊണ്ട് നടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കൈലാസിന് അവിടുത്തെ ചേട്ടന്മാരായിട്ട് കൂടെ കേക്ക് കട്ടിയാൻ വേണ്ടി നിൽക്കുന്നത്. ധ്യാനൂസും ആ ചേട്ടന്മാരും കൂടെ നിന്നാണ് കൈലാസിന് കേക്ക് കട്ടിയ. പണ്ടൊക്കെ ആണെങ്കിൽ അളിയനും ചേച്ചിയൊക്കെ നിൽക്കണം. ഇപ്പോൾ അവന്മാർക്ക് അതൊന്നും വേണ്ട. ഇവിടെ ധ്യാനൂസും നിന്നൊക്കെയാണ് ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തോളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ വെറും ഡമ്മികളാണ്. ഇപ്പോൾ അവരെല്ലാം സ്വയം ചെയ്തു തുടങ്ങി. അപ്പോൾ കുറേ നേരോട് കൊച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടുവരാം. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ബെറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ച് ബീഫ് കറിയും ചിക്കൻ കറിയും ചേച്ചീനോട് വെച്ച് കേട്ടോ. പായസമൊക്കെ വെച്ചു. ഞങ്ങളെന്തോ ലേറ്റ് ആയതുകൊണ്ട് ഏകദേശം അല്ല എല്ലാം അവിടെ ചേച്ചി വെച്ച് റെഡിയാക്കി കിട്ടും. പിന്നെ പോയി തിന്നുക എന്നൊരു ചടങ്ങ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ രാത്രി തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നു കേട്ടോ. നമുക്ക് വയലിൻ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സെലിബ്രേഷൻ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല ഫുള്ള്
ഇരുട്ട് പതിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സൈഡിൽ കൂടെ നമുക്ക് റോഡ് പണി ആയതുകൊണ്ട് റോഡ് വഴിയാണ് വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഹൈവേ കയറും. ഇനി അങ്ങറ്റം വരെ ഹൈവേ തന്നെയാണ്. കുറേ മാത്രം പണി കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ആവട്ടെ. ഇവിടെ ആലങ്കോട് നമ്മുടെ കല്ലമ്പലം ഇതൊക്കെ റോഡ് ഓപ്പൺ ആവട്ടെ. അപ്പം നമ്മൾ തിരിച്ചതാ രാജകുമാരി, നമ്മുടെ സ്വന്തം രാജകുമാരിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കല്ലമ്പലം. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ ഗുഡ്.